പാട്ടിന്റെ ആലാപന മധുരം കൊണ്ട് മനസ്സ് നിറയിച്ച പ്രിയപ്പെട്ട വേദിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹസ്വാഗതം. കുഞ്ഞു പാട്ടിന് കൂട്ടായി സ്നേഹമാകാൻ നമ്മുടെ സ്വന്തം ജഡ്ജസ്. വെൽക്കം MG അങ്കിൾ, മധു അങ്കിൾ ആൻഡ് അനു ചേച്ചി. സ്വര സൗകുമാര്യത്തിന്റെ ഭാവ സൗന്ദര്യവുമായി ടോപ്പ് സിംഗറിന്റെ സ്വന്തം മിടുക്കൻ പാട്ടുകാരൻ അബിൻ എത്തുന്നു. വെൽക്കം അബിൻ ഓൺ സ്റ്റേജ്. ഹായ് മിസ്റ്റർ അബിൻ. ഹായ് സാർ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. വളരെ നല്ല അടിപൊളി ഷർട്ടാണ്. ഉണ്ടല്ലോ. താങ്ക് യു. ഫുൾ എ പ്ലസ് ഒക്കെ മേടിച്ചത് ഫുൾ എ പ്ലസ്. കൺഗ്രാചുലേഷൻസ്. അപ്പൊ നമുക്ക് ഈ കൺഗ്രാചുലേഷൻസ് ചെലവിലോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബിരിയാണി കൊണ്ടുവരണം എന്നാണ് അർത്ഥം. അപ്പൊ അങ്ങനെ ഒരു അർത്ഥം കൂടി ഉണ്ട്. രണ്ടാമത്തെ ദിവസം നീ കൊണ്ടുവന്നുള്ളൂ. വേണ്ട, ഞങ്ങള് ഷെയർ ഇട്ട് ഒരു ദിവസം കൊണ്ട് അങ്ങനെ വേണ്ട. ഇവിടെ ഷെയറും ഗിയറും ഒന്നുമില്ല. മക്കളെ കാണാൻ നല്ല സുമുഖനും സുന്ദരനുമായിട്ടുണ്ട്. സുശീലനും. സുശീലനാണോ ദുശീലനാണോ എന്നുള്ളത് ആണോ? സുശീലനാണോ അതോ ദുശീലനോ? സുശീലൻ. ഓക്കെ, എന്തൊക്കെ സുശീലങ്ങളാ ഉള്ളത്? എണ്ണി പറഞ്ഞോ ഓരോന്ന്. 1 2 അങ്ങനൊക്കെ ചോദിച്ചാ വിരലിൽ എണ്ണി പറഞ്ഞു. ഒരു 3 മതി. പാട്ട് പാടും, പഠിക്കും, ചിത്രം വരയ്ക്കും. ഇനി ഉണ്ടെങ്കിൽ പറഞ്ഞു. ഞങ്ങ അത്യാവശ്യം നല്ല ക്രൈസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും. അതല്ലാതെ ശീലം, നല്ല നല്ല സ്വഭാവ ഗുണങ്ങൾ. ശീലം, നല്ല സ്വഭാവമുള്ള ആളാണ്. അതിപ്പോ നീ തന്നെ പറഞ്ഞാൽ പറ്റൂ. കാരണം അതല്ല, ഇങ്ങനെ ദാനശീലനാണ് അങ്ങനെയൊക്കെ പറയും. അങ്ങനത്തെ സ്വഭാവം എന്റെ അടുത്തോട്ട് വരിക. ദാനശീലൻ മക്കളെ, ഞാൻ ദാനശീലനായിട്ടു. കാരണം ഞാൻ അങ്ങനെയാണ്. എന്തുണ്ടെങ്കിലും ഇപ്പൊ മോൻ ചോദിക്കുക, ദേ ഈ പേന അങ്കിളെ തരുമോ? ഞാൻ ഉടനെ എടുത്ത് തരും. അപ്പൊ അതൊക്കെ പോട്ടെ. ഏത് പാട്ടാ പാടുന്നേ? ഒരു ദലം മാത്രം. MG രാധാകൃഷ്ണൻ സാറിന്റെ എഴുതിയത് ONV സാർ. വെരി ഗുഡ് സോങ്, നല്ല സെലക്ഷൻ. അപ്പൊ നന്നായിട്ട് പാടുവാന്. എനിക്കും വളരെ ഇഷ്ടമുള്ള ഒരു പാട്ട്. ഒരു കാര്യം കഴിഞ്ഞവണ പറഞ്ഞ ഓർമ്മയുണ്ടോ? എന്താണ്? ഒതുക്കി പാടൽ. അത് തന്നെ ആവശ്യമുള്ളടത്ത്. ഈ ഒതുക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഫീൽ വരത്തില്ല. നല്ല തുറന്നിട്ട് അതിനകത്ത് ഡൈനാമിക്സ് വരുത്തിയാലേ ആ ഫീൽ വരത്തുള്ളൂ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു സർ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഒരു ദലം മാത്രം, ഒരു ദലം മാത്രം വിടർന്നൊരു ചെമ്പനി മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു. ഒരു ദലം മാത്രം വിടർന്നൊരു ചെമ്പനി മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു. തരളകാപോലങ്ങൾ നുള്ളി നോവിക്കാതെ തഴുകാതെ ഞാൻ നോക്കി നിന്നു. തരളകാപോലങ്ങൾ നുള്ളി നോവിക്കാതെ തഴുകാതെ ഞാൻ നോക്കി നിന്നു. ഒരു ദലം മാത്രം വിടർന്നൊരു ചെമ്പനി മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു. ഒതുക്കിയതെല്ലാം വിരലിൻ്റെ തുമ്പിൽ തുടിച്ചു നിന്നു. പറയാതെ കൊക്കിൽ ഒതുക്കിയതെല്ലാം വിരലിൻ്റെ തുമ്പിൽ തുടിച്ചു നിന്നു. ഒരു ദലം മാത്രം വിടർന്നൊരു ചെമ്പനി മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു. തരളകാപോലങ്ങൾ
ചെമ്പനീർ മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നോ. ഓരോ ദലവും വിടരും മാത്രകളോരോ വരയായി വർണ്ണമായി ഒരു മൺചുമരിൻ്റെ നെറുകയിൽ നിന്നെ ഞാൻ ഒരു പൊൻതിടമ്പായെടുത്തു വച്ചു. ഒരു മൺചുമരിൻ്റെ നെറുകയിൽ നിന്നെ ഞാൻ ഒരു പൊൻതിടമ്പായെടുത്തു വച്ചു. ആ ഒരു ദലം മാത്രം വിടർന്നൊരു ചെമ്പനി മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നോ. താങ്ക് യു സാർ. സബാഷ് സബാഷ്. കലക്കി കലക്കി. വെരി ഗുഡ്. മോനെ എന്തോ. നീ തകർത്തു. താങ്ക് യു സാർ. അസലായി. ഇപ്പൊ തുറന്നു പാടി, പിന്നെ ആ ഫീൽ തഴുകാതെ അവിടെയൊക്കെ നല്ല മനോഹരമായിട്ട് പാടി. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ആ വരികളും അതിൻ്റെ മ്യൂസിക്കും ദാസേട്ടൻ്റെ ആലാപനവും എല്ലാം കൂടെ ചേർന്ന് അതിമനോഹരമാക്കിയ ഒരു പാട്ട് മോൻ അതേപോലെ തന്നെ റീക്രിയേറ്റ് ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്ക് അഭിമാനം തോന്നുന്നു. താങ്ക് യു സാർ. അതുപോലെ തന്നെ നമ്മളുടെ ടോപ്പ് ബാൻഡ്, ആഹാ, എല്ലാവരും ഫ്ലൂട്ടും കീബോർഡും വയലിനും എന്നുണ്ട്, ഗിറ്റാറും തബലയും എല്ലാം അസാധ്യമായിട്ട്. അതായത് ചിലത് ഒത്ത് കിട്ടണം. കിട്ടിയാ കിട്ടി, പോയാ പോയി. KKPP. ഇത് മോന് കിട്ടി. ഇത് ഭാഗ്യമാണ്. കാരണം റിഹേഴ്സൽ നടന്നപ്പോൾ നിനക്കൊരു 2-3 സ്വർണവും വെള്ളിയും ഒക്കെ കിട്ടിയെന്ന് വെച്ചു. അതെ. അതൊന്നും അതൊക്കെ നിമിത്തമാണ്. ഇതാണ് ദൈവാധീനം എന്ന് പറയുന്നത്. ഈ പാട്ടെന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യമല്ല. പാട്ട് പാടുന്നുണ്ട്, ഇപ്പൊ ഒരുപാട് പേര് പാടുന്നുണ്ട്. നമ്മള് ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ, റീൽസിൽ നോക്കിക്കഴിഞ്ഞാൽ ചുമ്മാ കത്തിച്ച് വിടുന്നുണ്ട്. ഒരു യഥാർത്ഥ പാട്ടുകാരൻ ഒരു വേദിയിൽ നിന്ന് പാടുമ്പോൾ അത് പൂർണ്ണമായിട്ട് പാടാനും ഒരു തെറ്റുകൂടാതെ അത് എൻഡ് വരെ A to Z, തുടക്കം മുതൽ അവസാനം വരെ പാടാൻ സാധിക്കുന്നതാണ് ദൈവാധീനം എന്ന് പറഞ്ഞ ഒരു വാക്ക്. അത് മോനിന്നുണ്ടായി സ്റ്റേജിൽ. കാരണം നീ പറഞ്ഞില്ലേ, ഇത് തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഞാൻ സത്യശീലനാണ്. സുശീലനാണ്. നീ സുശീലനാണ്. നീ നല്ല സുശീലനാണ്. നന്നായിട്ട് പാടി. പിന്നെ ഒരു ചെറിയ അഡ്വൈസ്, മൈക്ക് ഇത്രയും ക്ലോസ് ആയിട്ട് വെക്കരുത്. വെക്കുമ്പോഴത്തേക്ക് ഒരു സൗണ്ട് വരും. കുറച്ചൊരു ശകലം ഡിസ്റ്റൻസ് വെക്കാം. കാരണം ആ ഒരു മൈക്കിന്റെ അഡ്ജസ്റ്റ്മെന്റിലൂടെ മോൻ പഠിക്കണം. മേലോട്ട് പോകുമ്പോൾ കുറച്ച് പുറകോട്ട് വരിക. ഒരു ദലം മാത്രം എന്ന് വരുമ്പോൾ കുറച്ചുകൂടെ, ഒരു ദലം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എൻ്റെ, അവിടെയൊക്കെ ഫീലൊക്കെ കൊടുക്കാം. മാക്സിമം കൊടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റിലില്ലേ ആ, അത് കുറച്ചുകൂടെ ഒരു ഗമകം വരണം. ഒന്ന് പാടിക്ക്. സഗമപ സഗമപ, അതിനൊക്കെ നല്ലൊരു ഒന്നുകൂടെ ഒരു വേണ്ട, കുഴപ്പമില്ല, പാടണ്ട. ഒന്നുകൂടെ ഒരു എന്താണ്, ആ ഒരു ഗമകം ഉണ്ടല്ലോ, ആ ഒരു ഇത് കൂടെ വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു. പക്ഷെ നന്നായിട്ട് പാടി. ഇതൊരു അഡ്വൈസ് മാത്രം. ആ ലാസ്റ്റ് പാടിയ ഹമ്മിങ്ങിന് കുറച്ചൊരു ഗമകം വന്നിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഇത്രയേ ഉള്ളൂ. ഇനി കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. മീനൂട്ടി അവിടെ നിന്നോട് കൈ കാണിക്കുന്ന എന്തെങ്കിലും മോശമായിട്ട് ഞാൻ പറയത്തില്ല. അഞ്ചുകൾ സുശീലനായി പോയില്ലേടാ, പറയൂല. ദാനശീലനും. അബിൻ, എന്തോ. വളരെ വളരെ മനോഹരമായിട്ട് പാടി. താങ്ക് യു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇപ്പൊ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആവശ്യമുള്ളവർക്ക് ഒതുക്കി, അല്ലാത്തടത്ത് തുറന്നു പാടണം എന്നെല്ലാം പറഞ്ഞത് കറക്റ്റായിട്ട് അത് ഉൾക്കൊണ്ട് ആവശ്യമുള്ള സ്ഥലത്ത് തുറന്നും ഈ തഴുകാതെ എന്നുള്ള ഭാഗത്തൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടും
അങ്ങനെയുള്ള കൊടുക്കേണ്ട ഭാഗത്ത് സോഫ്റ്റ് ആയിട്ട് പാടുന്ന സ്ഥലത്തെല്ലാം അങ്ങനെ സോഫ്റ്റ് ആയിട്ട് പാടി നന്നായിട്ട് അത് അവതരിപ്പിച്ചു. ആ ഹമ്മിങ്ങിന്റെ ഭാഗമില്ലേ കുറച്ചും കൂടി ആ ഒരു ഇതുണ്ടല്ലോ ഗമകം, അത് കറക്റ്റായിട്ട് കുറച്ചും കൂടി ഡെപ്തിൽ വരണം കേട്ടോ. ഈ പാട്ടിൽ അങ്ങനെയാണ് ദാസേട്ടൻ പാടിയിട്ടുള്ളത്. അപ്പോൾ അത് അങ്ങനെ തന്നെ ഇവിടെ അവതരിപ്പിച്ചാൽ കുറച്ചുകൂടി നല്ലായിരുന്നു. അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ അതൊന്ന് അങ്ങനെ ആയിരുന്നെങ്കിൽ നന്നായിരുന്നു. ബാക്കിയെല്ലാം വളരെ പെർഫെക്റ്റ് ആയിരുന്നു. പിന്നെ എനിക്കൊരു നൊസ്റ്റാൾജി ഉണ്ട്. ഇവിടെ തന്നെ എൻ്റെ ബർത്ത്ഡേയുടെ അന്ന് ഈ പാട്ട് എന്നെ കൊണ്ട് ജഡ്ജസ് എല്ലാം പാടിപ്പിച്ച്, അതൊക്കെ സിന്ധുവിന്റെ പ്ലാൻ ആയിരുന്നു. ഞാനറിയാതെ എൻ്റെ വൈഫിനെ ഇവിടെ വരുത്തി. ഓർമ്മയുണ്ടോ? മിനുകുട്ടി ഓർക്കുന്നുണ്ടോ? അത് പിന്നീട് അത് വൈറലായി. മതങ്ങളിൽ അപ്പോഴേ മനസ്സിലായി. എന്നിട്ട് വാന്ന് പറഞ്ഞു. അത് തന്നെ പെർഫ്യൂം വെച്ച് കണ്ടുപിടിച്ചു. പോരെ എന്ന് നേരെ നോക്കിട്ട്. അപ്പൊ അങ്ങനെ ഒരു ഓർമ്മ കൂടി ഉണ്ട്. ഇപ്പൊ മോൻ പാടിയപ്പോ അത് ഓർമ്മ വന്നു. അമൃതവർഷിണി രാഗത്തിന് ബേസ് ചെയ്തിട്ടാണ് ഈ പാട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. രാധാകൃഷ്ണൻ ചേട്ടൻ അഭിനു വേണ്ടിയിട്ട് ഒരു ചെറിയ ഗിഫ്റ്റ്. അന്തിമഴை பொழிகிறது ஒவ்வொரு துளியிலும் உன்முகம் தெரிகிறது. அந்திமழை பொழிகிறது ஒவ்வொரு துளியிலும் உன்முகம் தெரிகிறது. இந்திரன் தோட்டத்து முந்திரியே மன்மத நாட்டுக்கு மந்திரியே. அந்திமழை பொழிகிறது ஒவ்வொரு துளியிலும் உன்முகம் தெரிகிறது. ഓക്കെ, താങ്ക് യു സർ. ഓൾ ദ ബെസ്റ്റ്. അപ്പൊ താങ്ക് യു. ഇന്ന് പാടിയ പോലെ തന്നെ വോയിസ് എങ്ങനെ ഉപയോഗിക്കണം, ഒരു പാട്ടിനെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് ഇന്നിപ്പോൾ നന്നായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇനി നോക്കി അതുപോലെ തന്നെ പാടുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അബിൻ അതിമനോഹരമായ പെർഫോമൻസ് ആണ് അബിൻ. എന്തൊരു ഭാവഗായകനാണ് സത്യത്തിൽ. വോയിസിൻ്റെ ക്വാളിറ്റി എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടു. ഈ സീസണിൽ ആദ്യമാണ് ഞാൻ വരുന്നത്. അബിൻ ഇനി എന്തൊക്കെ പാട്ട് കൊണ്ടുവരാൻ പോകുന്നു എന്ന് അങ്ങനെ ചിന്തിക്കുമ്പോൾ ഐ എം റിയലി എക്സൈറ്റഡ്. അപ്പോൾ ഇനിയും ഇങ്ങനെ തന്നെ പാടി മുന്നോട്ട് പോകണം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മക്കളെ, ഞാൻ ഇനിയിപ്പോ എത്ര മാർക്കെന്ന് പറയണോ? നീ എന്നെങ്ങ് പറ. അതെ, അന്തസ്സായിട്ട് പറ. പറഞ്ഞാട്ടെ. ഞാൻ 63% വാങ്ങിച്ചെന്ന് പറഞ്ഞത് മോനങ്ങ് പറ. പറഞ്ഞോടാ. 100. പക്ഷെ അല്ലല്ലോ, അതിലും കൂടുതൽ കൊടുക്കണമെന്നുണ്ട്. 100/100. താങ്ക് യു സർ. രാബിൻ പൂക്കുറ്റി. ടാറ്റാ. പാട്ടിന്റെ കുട്ടിക്കുറുമ്പ് കൂട്ടിലെ മിടുക്കൻ കുട്ടൻ നമ്മുടെ ഇജോ കുട്ടൻ. വെൽക്കം ഇവാൻ ഓൺ സ്റ്റേജ്. സുന്ദരൻ കേട്ടോ. ഹലോ ഹാൻസം ബോയ്. ഈ ആന്റിനെ ഞാനില്ലേ സീസൺ 3-ലല്ലേ കണ്ടിട്ടുള്ളത്. ആണോ? കണ്ടിട്ടുണ്ടോ? എന്റെ പേരെന്താ? അനു. ഓ സബാഷ്. എന്റെ അമ്മേന്റെ പേര് അനുന. അതുകൊണ്ട് അവന് അല്ല, എന്തോ നിങ്ങൾ ഒരുമിച്ച് പഠിച്ചാണോ? നിങ്ങൾ ക്ലാസ്മേറ്റ്സ് ആണോ? ഓന്റെ ക്ലാസ്സിലല്ലേ? അല്ല, ആണ്. ഇതങ്ങനെ ഈ എംജിയാണ് ഇങ്ങനെയൊക്കെ അനു മോന്റെ ക്ലാസ്സിലാ പഠിക്കുന്നേ. അതെ, ഹനുമാനല്ല, അനു. ഞാനും ഇവനും ഒരേ ക്ലാസ്സില്ല. എനിക്ക് 6 വയസ്സല്ലേ ആയ, 7 അപ്പൊ LKG-ലാണോ? എടാ, LKG നിങ്ങൾ ഒന്നിച്ച് പഠിച്ചു. UKG-ലായപ്പോ അനു ചേച്ചി മാറി. അതെ, നിന്റെ ശല്യം കൊണ്ട്. എടാ, ഇനി ഒന്നിലല്ലേ നമ്മള് പോന്നേ? അയ്യോ, മൊത്തം മറവിയായില്ല. മറന്നവൻ മൊത്തം മറന്നു. പഠിച്ചില്ലേ? സംശയമുണ്ട്. എന്താ? ലച്ചുന്റെ പല്ല് പോയോ? ലച്ചുവിന്റെ പല്ല് പോയോ അതോ മൂക്കിൽ തുള വീണെന്നുള്ള ഞങ്ങളുടെ ജോലിയാണോ നോക്കുന്നത്? നീയല്ലേ അത് നോക്കണ്ടേ? അല്ലാതെ ഇവിടെ വന്ന് എന്റെ അടുത്തായി ചോദിക്കുന്നു ലച്ചുവിന്റെ പല്ല് പോയോ, ചെവിയില് ഈച്ച കടിച്ചോന്നൊക്കെ. ആ വായൊന്ന് പൊളിച്ചു നോക്കാറുന്നില്ലേ പല്ല് പോയോ ഇല്ലയോന്ന്? അവള് പല്ല് പോയൊക്കെ പറഞ്ഞ്. ഞാൻ ഇന്ന് മേളി വന്നപ്പോ ഞാൻ കണ്ടു എന്ത്? എല്ലാം. അയ്യേ, എന്താ കണ്ടേ? എല്ലാം കണ്ടു. പറ, നമ്മളോടും കൂടി പറ. അല്ലേ ഇജോ കുട്ടാ? ഇവാൻ കുട്ടനെ അവിടെ ഒതുക്കി ഒരു മൂലയിൽ ചവിട്ടി തൊഴിച്ചിട്ടിരിക്കുക. ഇവനെ പിള്ളേരൊക്കെ ഷൈൻ ചെയ്ത് നിക്കുക. സത്യാണോ? ആ ലച്ചുകുട്ടിയൊക്കെ ഷൈൻ ചെയ്ത് നിൽക്കുന്ന അവിടെ നോക്കിയപ്പോ ഉണ്ട്. ഇങ്ങനെ ഞാൻ ഇടയിൽ കൂടെ നോക്കിയപ്പോ മൂലയില് അയ്യോ 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 എന്ന് പറഞ്ഞ് വയറ്റി പിടിച്ചോണ്ട് അവിടെ വേദനിച്ചിരിക്കുന്നു. വയറ്റത്ത് ചവിട്ടിയോ അവര്? ചവിട്ടി.
ചവിട്ടില്ലേ? ലച്ചോട്ടിയല്ല, പിന്നെ ആരാ? താരയാ. ആ, ഇവൻ എപ്പോഴും എന്താണ് ബിസി വിത്ത് ഗേൾസ്? എന്തോ വൈ? എന്തുകൊണ്ടാ എപ്പോഴും പെൺകുട്ടികളുടെ കൂടെ നടക്കുന്നത്? അതാണോ? ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട് എന്റെ സ്കൂളിലൂടെ. ഒന്ന് മിഷാൽ, ഹംദാൻ, ആ. പിന്നെ ഇവിടുത്തെ വിഹാൻകുട്ടനോ. അവർ ഞങ്ങൾ രണ്ടുപേരും ഇതാണ് ഒരു ബോയ് ഫ്രണ്ട്. പക്ഷെ അതാണ് ഒരു അവര് boyfriend. അവരുടെ കൂടെ പോകുന്നില്ലല്ലോ. പക്ഷെ എല്ലാം ഗേൾസ് അല്ലേ എപ്പോഴും? കാരണം ഞാൻ വീട്ടിൽ പോയാലേ അവരുടെ കൂടെ പോകാൻ പറ്റുള്ളൂ. അല്ല ഇവിടെ വന്ന മൊത്തം ഗേൾസ് ആണ്. ഇവിടെ വന്നാ പിന്നെ വേറെ ആരും കളിക്കാണല്ലോ. ഇവിടെ ബോയ്സ് കുറച്ചല്ലേ ഉള്ളൂ. ആരുണ്ട്? ഞങ്ങളില്ലേ? ആണോ? ഞങ്ങളില്ലേ ഇവരൊക്കെ ഇവിടെ? ബോയ്സ് അല്ലേ? ഞങ്ങൾ രണ്ടുപേരും ഇല്ലേ? ഞങ്ങളെയൊക്കെ വിളിച്ചൂടെ? ആ, ബോയ്സോ? ആ, എന്താ? പക്ഷെ ഞങ്ങൾ വലുതല്ലേ. അതുകൊണ്ട് എന്താ കളിക്കാൻ പറ്റില്ലല്ലോ? ആര് പറഞ്ഞു വലുതാന്ന്? ഞാൻ എന്റെ പെങ്ങളും കുറച്ച് കളിക്കാണ്. അതെന്താ എന്താ ഒളിച്ചുകളിയോ? അല്ല, പിന്നെ പുസ്തകം വായിച്ചും പിന്നെ വായിച്ചൊക്കെ. ഇവാൻകുട്ടനും പിന്നെ സിസ്റ്ററും കളിക്കാറുണ്ടോ കൂടെ? സിസ്റ്ററോ? പെങ്ങള് സിസ്റ്റർ കളിക്കാറില്ല, പെങ്ങള് കളിക്കാറുണ്ട്. സിസ്റ്റർ കളിക്കാറില്ല. ഓക്കെ ഓക്കെ ഓക്കെ. പെങ്ങള് കളിക്കാറുണ്ട്. ഇനി നിങ്ങൾ കളിക്കുമ്പോ ഇവനെയും കൂടെ വിളിക്കണേ. അല്ല അവര് കളിക്കുമ്പോ ഞങ്ങളെ വിളിക്കട്ടെ. നിനക്കതൊരു ബുദ്ധിമുട്ടാണോടാ? എന്തോ ബുദ്ധിമുട്ടുള്ള പോലെയാണല്ലോ. എന്നെ അമ്മയില്ലേ ഇങ്ങോട്ട് മണിയിലേക്ക് ചിലപ്പോ വഴിയുള്ളൂ. മണിയിടിലേക്ക് എത്തണം. നിങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമോ സാറ്റ് കളിക്ക് വേണ്ടി മാത്രം? എവിടെ? സ്ഥലം എവിടാ? അസറ്റ് ഹോം. ആസറ്റ് ഹോംസിലൊന്ന് ചില ട്രിവാൻഡ്രത്തിന് MG അങ്കിളിനും ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് വരാം. സെറ്റ് ഹോമിൽ നമുക്കൊരു കാര്യം ചെയ്യാൻ ഇവർക്ക് പറ്റും. ഓക്കെ ആയി. നമുക്ക് മറ്റേ ആ ഏത് കാർ എടുക്കണം? ലെംബോർഗിനി എടുക്കാം. അതെ സാറ്റ് കളിക്കാൻ ഞാനും അതും കൂടെ ഒരു ലെംബോർഗിനിയിൽ ഞങ്ങൾ വരാം. അതെ. വരാം. ഞാൻ വീട്ടിലെത്തുമ്പോ എന്റെ വീട്ടിലേക്ക് വാ. എത്ര മണിക്ക് വരണം? രാവിലെ വന്നിട്ട് പിന്നെ വെളുപ്പിനോ? ഉച്ചയ്ക്ക് ഊണിനൊക്കെ വന്നിട്ട് പിന്നെ തിന്നു പോയി. ഉച്ചക്ക് ഊണിനോ? പിന്നെ തിന്നിട്ട് ഊണ് കഴിച്ചിട്ട് പൊക്കോളാനോ? അതെ. ഞങ്ങൾ തിന്നാൻ വേണ്ടിയാണ് വരുന്നത്. പിന്നെ തിന്നിട്ട് പൊക്കോന്ന്. കുറച്ചു നേരം നമ്മൾ കളിക്കും. വേണമെങ്കിൽ വന്നിട്ട് തിന്നിട്ട് പൊക്കോളാൻ. അല്ല, കുറച്ചു നേരം കളിക്കും. ഞങ്ങളെയും കൊണ്ടുപോവോ കളിക്കാൻ? എന്നെയാണ് ചേച്ചിയും കൂടെ. അതെ. ഞാൻ MG അങ്കിളെ മതങ്ങളെ മാത്രമേ കൊണ്ടുപോകൂ. എന്നെയും വന്നോ? എന്നാ വന്നു? അയ്യോ എത്ര ജനറസ് ആണ്. വൈറസോ? ഈ ജോക്കൂട്ടത്തിന് വൈറസാന്ന്. ഈ മരപ്പട്ടിയൊക്കെ ഇല്ലേ, ആ ഗണത്തിൽ വരുന്ന ഒരെണ്ണമാണ് വൈറസ്. അങ്ങനെ മോനെ വിളിക്കാവോ? മനസ്സിലായോ? എനിക്കിന്ന് മീനാക്ഷി ചേച്ചിന്റെ സ്വരം എന്തോ മാറിപ്പോയത്. അതെ, എനിക്ക് ഇച്ചിരി ജലദോഷമുണ്ട്. സാധാരണ കേൾക്കുന്ന ശബ്ദമല്ലല്ലോ ഇത്. അല്ല, സ്വരം എന്തോ മാറിപ്പോയി. എനിക്ക് ഇച്ചിരി ജലദോഷമുണ്ടേ കേട്ടോ. അതുകൊണ്ട് ഇജോക്കൂടെ മേടിച്ച് നീങ്ങി നിന്നോ. അതെ. ആ, അതാ നല്ലത് കേട്ടോ മോനെ. അത്രയും ദൂരം പോകണ്ട. നമുക്ക് നിങ്ങളൊന്ന് സംസാരിച്ചാലോ ജോക്കൂട്ടാ? അങ്ങനെ സംസാരിച്ചാൽ ബേക്കോട്ട് പഠിക്കുന്നു പറഞ്ഞോണ്ടിരിക്കുന്നു. പേടിയുണ്ടോ ജലദോഷം പിന്നെ കിട്ടും? പേടിയില്ലേ? ജലദോഷം വന്നു കഴിഞ്ഞാൽ കിടന്നു പോകത്തില്ല. ആണോടാ? പേടിയാണ്. ജലദോഷത്തിന് എനിക്ക് പേടിയില്ല, പക്ഷെ പനി ഇനിയാണ് പേടി. ഇജോക്കുട്ടാ, പനിയാ പേടി. ഇത് ഇജോക്കുട്ടന് ഇപ്പൊ ജലദോഷം ഉണ്ടോ? ഉണ്ട്, അത് കുറച്ചുണ്ട്. ആ എനിക്കറിയാം, എനിക്ക് തോന്നി. അപ്പൊ സെയിം ബെഞ്ചാണ്. സെയിം ടു സെയിം. അപ്പൊ കളിക്കാൻ ഞാനും വരട്ടെ? താങ്ക് യു. വെൽക്കം. അപ്പൊ ഏത് പാട്ടാ മോനെ എന്ന് പാടാൻ പോകുന്നത്? തങ്ക മനസ്സിൻ പീലിക്കടവിൽ താമരപ്പെൺ പൂവേ. അത് ആരാ മ്യൂസിക് ഒക്കെ ചെയ്തേ? അയ്യോ, മ്യൂസിക് കൈതപ്പുറം സാറ്. മ്യൂസിക് ഓക്കെ. അപ്പൊ ലിറിക്സോ? മോഹൻ സിത്താര അങ്കിള്. ലിറിക്സ് സബാഷ്. പാടിയത് യേശുദാസ് അങ്കിളും. ഞാനും രാധയും. രാധികാന്റി. രാധയും കേട്ടോന്ന് പറഞ്ഞേ ഒരു ക്ലൂ. കൃഷ്ണനും രാധയും. രാധികാന്റി. അതങ്ങനെയായിരിക്കും പറഞ്ഞു കൊടുത്തേ, ഓർക്കാൻ വേണ്ടി. പടം ഉണ്ടല്ലോ, സുന്ദര പുരുഷൻ. അത് ഇവാൻകുട്ടനെ കുറിച്ച്. ഇജോക്കുട്ടിനെ കുറിച്ച് തന്നെയാ അത്. അതെ, സുന്ദര പുരുഷൻ. ഓ, പുരുഷനാണല്ലോ അല്ലേ? അയ്യോ, എനിക്ക് വയ്യ. ഇതൊരു പുരുഷനാണല്ലോ. ഇപ്പോഴാ അറിഞ്ഞത്. പുരുഷോ. MG അങ്കിള് വേറെ ഒരു കാര്യം കൊണ്ട് ഇതും കൂടെ കേട്ടിട്ട് നമുക്ക് പാടാം. നിനക്ക് ഒരു ഡയലോഗ് അറിഞ്ഞൂടേടാ സുരേഷ് ഗോപി അങ്കിളുടെ? ഡയലോഗ് അല്ല, അതൊന്ന് കാണിച്ചേ. അതെന്തോ മൈക്ക് പോയി പല്ലിലിടിക്കും. ഈ റൊണാൾഡോ ഒക്കെ സൂന്ന് കാണിക്കുന്ന ടീമല്ല. റൊണാൾഡോ മെസ്സിയാ നീ? ആണോ? തോന്നി. നീ എന്നാ പാടിക്കോ കേട്ടോ ജോക്കോ. ഞാനും അത് തന്നെ ഒപ്പം പറയാൻ വന്നത്. അതെ, തോന്നി. ഓൾ ദി ബെസ്റ്റ്. ലിറിക്സ് എഴുതിയത് കൈതപ്രം, പാട്ട് ചെയ്തത് മോഹൻ സിത്താര. അതെ, സംഗീതം ചെയ്തത് മോഹൻ സിത്താര. അതാണ് സത്യം. തല തിരിഞ്ഞു പോയി. തല തിരിഞ്ഞു. അതെ, എന്റെ തലയല്ല കേട്ടോ, പിന്നെ ആരുടെ? അവരുടെ. അവരുടെ
Actually, ഇതായിരുന്നു original. അല്ല, അവർ ചെയ്ത performance. സത്യത്തിൽ അവര് ചെയ്ത ഒരു മോശപ്പെട്ട കാര്യമാണ്. കാരണം കൈതപ്പുറം സാറ് മ്യൂസിക് ചെയ്തിട്ട് ലിറിക്സ് വന്നിട്ട്, മോഹൻ സിത്താര എഴുതിയിട്ട് മ്യൂസിക് എന്നിട്ട് അതെ. അവരുടെ തല തിരിഞ്ഞു അല്ലേ മോനെ? എന്റെ തലയല്ല, അല്ല, കറക്റ്റ് അല്ലേ? കറക്റ്റ് അല്ലേ? കറക്റ്റായിരിക്കും. കറക്റ്റായിരിക്കും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ശരി. തങ്ക മനസ്സിൻ തീരിക്ക
ഇനിയിപ്പോ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഫോട്ടോ ആയിരിക്കും ആ MG റോഡിന്റെ ഇങ്ങനെ അതെ, poster. full ആയിട്ട്. അപ്പൊ എന്തോ താഴെ എന്തെങ്കിലും ക്യാപ്ഷൻ എഴുതണോ? ഇവ അങ്ങോട്ട് ലക്ഷ്യം സൂപ്പർ സ്റ്റാർ ഇത്രയ്ക്ക് സ്നേഹോ ലച്ചുവിനോട്? ലച്ചുവിനോട് കാട്ടി സ്നേഹം പെങ്ങളിനോടാ. പെങ്ങളുടെ പേരെന്താ? രണ്ടുപേർക്കും ഒരേ സ്നേഹമാ. ആണോ? ഒരേ സ്നേഹമാണ് രണ്ടുപേരോടും. നന്നായി, അത് നന്നായി കേട്ടോ. അത് കൊള്ളാം. എന്റെ പെങ്ങളുടെ പേര് ഇവാനിയ. പെങ്ങളുടെ പേര് പറഞ്ഞില്ലല്ലോ ഇപ്പൊ പോസ്റ്റർ വെക്കാൻ നേരത്തെ കട്ടൗട്ടറിന്റെ കാര്യം പറഞ്ഞപ്പോ. അത് 3 പേരും വെച്ച് നോർത്തെന്താ? മൂന്നുപേരും വെക്കാൻ പറ്റത്തില്ല ഇപ്പം. എന്നാ കുഴപ്പമില്ല. നേരത്തെ ലച്ചുവിന്റെ പേര് മാത്രം പറഞ്ഞു. ആരുമില്ല. ഇജോ കുട്ടന്റെ ഫോട്ടോ ഇങ്ങനെ ഇപ്പൊ ലാസ്റ്റിൽ നിന്നില്ല. എങ്ങനെയായിരുന്നു? എങ്ങനെ? ആ എന്നോട് ഈ റോഡിൽ കൂടെ പോകുന്നവരെല്ലാം നോക്കുമ്പോ ഉണ്ട് ഇതാരിത് ഇജോ കുട്ടനോ? അതെ. പിന്നെ മാത്രമല്ല പിന്നെ ലച്ചൂട്ടിയും ബാക്കിയുള്ളവരെല്ലാം എന്റെ താഴെ പോയത് ഇങ്ങനെ നോക്കിക്കൊണ്ടേ. ഇനി ഈ കറുത്ത ഇട്ട സെക്യൂരിറ്റി ഒരു 5-6 പേര് കൂടെ. ബ്ലാക്ക് കാറ്റ്സ്. അതെ, ബ്ലാക്ക് കാറ്റ്സ്, ബൗൺസേഴ്സ്. അത്രയ്ക്ക് വേണ്ട. അത്രയ്ക്ക് വേണ്ട. എനിക്കൊരു കാര്യം പറയണ്ട്. എന്താണ് കാര്യം? ആരാണ് ഈ ഡ്രസ് വാങ്ങിച്ചെന്നേ? ആരാ? ലച്ചൂട്ടിയാ. ഇത്രയ്ക്ക് ഉമ്മാതല്ല, തുടക്കം തൊട്ട് ലച്ചൂട്ടി എന്ന് പറയുന്നത്. ഈ പന്ന ഉടുപ്പ് വാങ്ങിച്ചു തന്ന ലച്ചൂട്ടിയാ. അയ്യോ, ഈ പന്നി ഉടുപ്പല്ല. MG ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അയ്യേ. ചിലപ്പോ മധു ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഇല്ല, മധുവിന് ഇഷ്ടപ്പെട്ടില്ല. കേട്ടോ? ഇല്ല, ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെട്ടോ? ഇല്ല, ഇഷ്ടപ്പെട്ടില്ല. ഇത് ഈ അപ്പൂപ്പന്മാരെടുത്ത ഷർട്ട് പോലിരിക്കുന്നു. ഉമ്മാരോ? ലച്ചുകുട്ടിയെ മനഃപൂർവ്വം ചെയ്താണോ? മനഃപൂർവ്വം. ഇജോ കുട്ടനെ കാണുമ്പോ ഒരു വയസ്സൻ ലുക്ക് ആവാൻ വേണ്ടി മനഃപൂർവ്വം വാങ്ങിച്ചു തന്ന ഷർട്ടാന്ന് തോന്നുന്നു. ഇനിയിപ്പോ ഇതായിരിക്കുമല്ലോ കട്ടൗട്ട് റോഡിലൊക്കെ വരുന്നത്. ഇങ്ങനെയൊക്കെ ആരെങ്കിലും പാരമണിയോല്ലോ? ഭയങ്കരമായി പോയി. ഇന്നത് പണിയണ്ട, അത് കത്തിച്ചു കളഞ്ഞോ? അല്ല, ഈ ഫ്ലക്സ് കത്തിച്ച് കളയാൻ അതൊന്നും നടക്കത്തില്ല. ഇപ്പൊ ഫോട്ടോ പ്രിന്റ് ചെയ്യാൻ പോയി കഴിഞ്ഞു. മോനെ ഒരു കാര്യം ചെയ്യാം, ആ ഷട്ടം കൂരിക്കളാ. എന്നാലും എന്തെങ്കിലും പറയാൻ പറ്റില്ല. അടിയിൽ വല്ല ഇട്ടിട്ടുണ്ടാ? അടിയിലോ? ഷർട്ടിന്റെ അടിയില് ഒന്നൂട്ടില്ല. അല്ലേ? എന്നാ വേണ്ട. അപ്പൊ ആ ബോഡി ഒന്ന് കാണിച്ചോളൂ അനു ആന്റിക്ക്. ആ പൊടിയോ? ശരി, 6 പാക്ക് അല്ലേ? 6 പാക്ക് ഒന്ന് കാണിച്ചോളൂ. കുഴപ്പമില്ല, നിങ്ങൾ തന്നെ ഇരുന്നോളാം. ഞങ്ങളെ ഈ കാര്യം മാത്രം മാറ്റിയാ മതി. എന്നെ ഇങ്ങനെ ഭ്രാന്ത് വിളിപ്പിക്കണേ. ഈ സ്വഭാവം ഒന്ന് മാറ്റിയാ പിന്നെ ഗുഡ് ബോയ്. ഞാൻ എന്തെങ്കിലും പറഞ്ഞു. ഞാൻ പറഞ്ഞ നല്ല എനിക്ക് ആദ്യമേ തോന്നി. സത്യം പറയണ്ടേ? കാരണം ഈ ഉടുപ്പ് എന്താ, ഈ വല്ലാത്ത ഒരു വലിയ ഉടുപ്പ്, സൈസല്ല, കറക്റ്റായിട്ട് ഒരു എന്താണ് ഫിറ്റ് അല്ലാത്ത ഒരു ഉടുപ്പ്. കണ്ടില്ലേ, തളാങ്ക തരികടൊന്നും അളവല്ലേ ഇത്? എന്റെ അളവല്ലേന്നോ? അതൊക്കെ ഞാൻ ലച്ചൂട്ടിയല്ലേ മേടിച്ചതേ. മനഃപൂർവ്വം അത് മനഃപൂർവ്വം ചെയ്ത ചതിയാ. അല്ല, ഞാൻ അതിന് പകരം തന്നോളാം. എടാ ഇവാൻ, ഇത് ഹുഡിയാണ്. ഹുഡി കുറച്ച് ലൂസായിട്ട് തന്നെ ഇടും, ടൈറ്റ് ആയിട്ട്. ആ ഹുഡി ഒന്നും ഇട്ടതല്ലേ? ഉഡി അത് ഞാൻ ഇടൂല. അല്ല, പാടിക്കഴിഞ്ഞാലും ഇനിയിപ്പോ എന്തിനാ ഹെയർ സ്റ്റൈല്? കൊഴപ്പില്ല, ഇത് TV കാട്ടൂലേ? എല്ലാരും കാണട്ടെ നിന്റെ സൗന്ദര്യം. കൊഴപ്പില്ല, എനിക്ക് സൗന്ദര്യം ആ സ്റ്റൈലൊന്നും കാണട്ടെ. അങ്ങനെ എത്ര പെൺകുട്ടികൾ മീനോട്ട് ഇത് കാണുമ്പോ എന്തൊരു വൃത്തികേടായത്. ഈ പുറയിൽ എന്തോ ഈ സഞ്ചി പോലെ കിടക്കുന്നു. ആ തലയിലിട്ട് എത്ര ഭംഗിയാണ്. അത് കൊഴപ്പില്ല, അത് അവിടെ തന്നെ ഒരു മാസ് ബീജി ഇടാ. വേണ്ട വേണ്ട, അത് അവിടെ തന്നെ കിടന്നോട്ടെ. അതെ, അല്ലല്ല, ലച്ചു ഇവിടെ ഇടയ്ക്ക് വന്നിട്ട് പറഞ്ഞു ആ ഇജോ കുട്ടനോട് തലയിൽ ഹുഡി ഇടാൻ പറയണം, അത് ഇടുമ്പോ ഭയങ്കര സ്റ്റൈലാണെന്ന്. പച്ചക്കള്ളൊക്കെ എനിക്കറിയാം. എന്നെ തൊട്ടാ ഞാൻ സഹിക്കും, പിന്നെ ആരെയാ? പക്ഷെ എന്റെ പെങ്ങളെ തൊട്ടാ ഞാൻ സഹിക്കും. അതിന് ഇവാനി ഇവിടെ ഇല്ലല്ലോ. ലച്ചു പെങ്ങളാണോ? ലച്ചു പെങ്ങളല്ല, അല്ല, എന്റെ അനിയത്തി. ലച്ചു അനിയത്തിയായിരുന്നോ? ലച്ചോട്ടിന്റെ കാര്യല്ല പറഞ്ഞേ. ലച്ചു വേറെ. ഓ, ലച്ചു വേറെ. ഇത് ഇവാനിയുടെ കാര്യമാണോ പറയുന്നത്? ഇവാനിയുടെ കാര്യം തന്നെ. ഇവാനിയുടെ കാര്യം നമ്മളൊന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങൾ പറയണ്ട, പക്ഷെ ഞാൻ പറഞ്ഞില്ലേ. എന്നെ തൊട്ടാ ഞാൻ സഹിക്കും, പക്ഷെ എന്റെ പെങ്ങളെ തൊട്ടാ സഹിക്കത്തില്ലെന്നോ? പക്ഷെ ഇവര് ലച്ചുവിനെയാ പറയുന്നേ. കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഞാൻ അലറും. മക്കളെ അടിപൊളിയായിട്ട് പാടി കേട്ടോ, സൂപ്പറായിട്ട്. പിന്നെ ആ അനുപല്ലിയുടെ എൻഡിൽ എന്താണെന്ന് മനസ്സിലായില്ല, അതാണ് അതിന്റെ രസം. ആഹാ, അങ്ങനെ വേണം. എന്റെ അനുപലിയുടെയും ചരണത്തിന്റെ എൻഡിൽ വരുന്നില്ലേ ഒരു ഹമ്മിങ് പോലെ, എന്തോ ഒരു ഹമ്മിങ് പോലെ എന്തോ ഒരു കാര്യം. നാമറിയാതെ മനമറിയാതെ നാടറിയാതെ വീടറിയാതെ പൂവണിഞ്ഞതേതു പെൺപുലരേ തെൻപുലരേ. ഓ, അത് സൂപ്പർ. അതാണ് അണ്ണാ. ഇതെങ്ങനെയാണ് അണ്ണൻ ഇതെങ്ങനെ ഇങ്ങനെയൊക്കെ പാടാൻ പറ്റുന്നേ ഹമ്മിങ് ഒക്കെ? സമ്മതിച്ചു. അപ്പൊ നിങ്ങൾക്കൊക്കെ പാട്ട് ഇഷ്ടപ്പെട്ടല്ലോ? ഇഷ്ടപ്പെട്ടു. ഹെയർ സ്റ്റൈൽ ഇഷ്ടപ്പെട്ടു, നിക്കർ ഇഷ്ടപ്പെട്ടു, വാച്ച് ഇഷ്ടപ്പെട്ടു, ഷൂസ് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെടാത്ത ഉടുപ്പ് മാത്രമല്ലേ ഉള്ളൂ? അല്ല, എനിക്ക് ഉടുപ്പും ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇഷ്ടമായി. എനിക്കും ഇഷ്ടമാണ് ഉടുപ്പ്. എന്നാ പിന്നെ ഞങ്ങളൊരു സത്യം പറയട്ടെ ശ്രീമു ചേട്ടൻ പറയല്ലേ? ആ ഷർട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. കുഴപ്പമില്ല,
പറഞ്ഞില്ല, മധുവങ്ങൾ അങ്ങനെയും പറഞ്ഞില്ല. ഞാൻ എന്റെ സത്യമായിട്ടുള്ള കാര്യം പറയാം. ആ. ഈ ഷർട്ട് പരമ ബോറാണ് എന്ന് ഞാൻ പറയത്തില്ല. ആ. സൂപ്പർ ഷർട്ടാ. കൊള്ളാലോ. ഇപ്പൊ ഞങ്ങള് പാവങ്ങളാണോ? ചിരിക്കടാ. ഇപ്പൊ ഞങ്ങള് പാവങ്ങളാണോ? അത് ഉറപ്പ്. ഉറപ്പാണോ? ആദ്യ ഒരു ലിറ്റിൽ ഏഞ്ചൽ ഗോൾഡൻ സ്റ്റാർ പുകുടി. ആലാപന മധുരം കൊണ്ട് മനം കവർന്ന മിടുക്കി പാട്ടുകാരി പാർത്ഥിവിക്കുട്ടി എത്തുന്നു. വെൽക്കം പാർത്ഥിവി ഓൺ സ്റ്റേജ്. ഇതാരാ, രാജകുമാരിയോ? ആഹാ. മോളെ തലയിൽ എന്തോ മോളെ ദേ ഒരു കിളി. എന്തോ പറ്റിയിരിക്കുന്നു. കിളിയാണോ അത്? ആണോ കിളി പറ്റിയിരുന്നോ? ദേ പറന്നു വന്നിരുന്നു. ആ ഞാൻ ഒരുങ്ങിക്കൊണ്ടിരുന്നപ്പോ എന്റെ തലയിൽ വന്നിരുന്നതാ. ഓ, വീട്ടില് കിളികളുണ്ടോ? ഇല്ല, അല്ല പാടിക്കൊണ്ടിരുന്നപ്പോ ഒരു ശരിക്കും ജീവനുള്ളതാ. അത് പറന്നു പോകാതിരിക്കാൻ എനിക്ക് പശ ഇട്ടിട്ട്. ഇവതിന് ആനയെന്നൊന്നും വരാത്തത്. അതെ തലയൊക്കെ ചുമന്ന്. അതെ. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. താങ്ക് യു. നല്ല കുറിഞ്ഞി കുട്ടിയായിട്ടുണ്ട് കാണാൻ. നല്ല രസമുണ്ട് കേട്ടോ. Thank you. നല്ല കളറ് കോമ്പിനേഷൻ, ഷൂ കോമ്പിനേഷൻ, ചെരുപ്പൊക്കെ നല്ല കണ്ടാ നല്ല ആക്സസറീസ് ആണ്. ആക്സസറീസ് എല്ലാം ഇഷ്ടപ്പെട്ടു. ഇടും. അതെ അതെ അതെ. ഈ ചെരുപ്പ് അമ്മ ഉണ്ടാക്കിയതാണോ? ചെരുപ്പും അമ്മ ഉണ്ടാക്കുവോ? ആ, ഉണ്ടാക്കും ഉണ്ടാക്കും. ആണോ? എല്ലാം ഉണ്ട്. മോളെ താ പൂവമ്മ ഉണ്ടാക്കി. ദേ മധുവങ്ങളുടെ ഷൂന്റെ സൈസ് 10 കേട്ടോ. ഓക്കെ പറയണേ. ശ്രീകുട്ടനങ്ങളുടെ ഇതുപോലെ പൂവൊക്കെ 12. വെച്ച്. 12 കേട്ടോ. പന്ത്രണ്ടോ? ഇതെന്താ MG കൾ കേറിയിരിക്കുന്നു അതിനകത്ത്? എന്റെ 6 or 7 എന്റെ 4 5. അതെ. അപ്പൊ അമ്മയോട് പറഞ്ഞേക്ക് അതെ, മൊത്തത്തില് 5 or 6. ഹോൾസെയില്. അമ്മയെ ചെരുപ്പ് വെച്ചോളം തോന്നേണ്ടി വരും. കുറിഞ്ഞി കണ്ടിട്ടൊരു ഓമനത്വമുണ്ട്. അതെ. താങ്ക് യു. ഏത് സിനിമയാ? ഓമന. ആ പാട്ടിന്റെ കമ്പോസർ ആരാ? മ്യൂസിക് ദേവരാജൻ മാഷ്. ലിറിക്സ് വയലാർ സാറ്. പാടിയതോ? മാധുര്യമ്മ. ഓ ആഹാ, കൊള്ളാലോ. വർഷം പഠിച്ചിട്ടുണ്ട്. എന്നാ വർഷം പറയൂ. കറക്റ്റ്. 1972. അല്ല അതിനെന്താ പറയണേ? കൂട്ടി പറയൂ 19 അങ്ങനെ. ഞാനിങ്ങനെ പറയും, ഞാനിങ്ങനെ പറഞ്ഞു. 1972 എന്ന് പറഞ്ഞില്ലേ? 1900 ഞാൻ ഇങ്ങനെ പറഞ്ഞു പഠിച്ചിരിക്കുന്നത്. 1900. ആ മീനൂട്ടി പറഞ്ഞേ. എന്റേത് 1972. 1972. ആ കണ്ട. മധുവിനെ സംശയിച്ചില്ലേ? എനിക്കൊരു സംശയം. അല്ല ഈ 83% എന്ന് പറഞ്ഞപ്പോ 63 ആണോ ഒന്ന് ആ, ചെക്ക് എനിക്ക് ചെയ്ത്. തോന്നി, അപ്പോഴും തോന്നി. നാടിനെ കുറിച്ചാ പാടുന്നേ. ആരുടെ നാട്? എന്റെ നാട് ഏത് ആ നാട് ഏതാ? പരവൂര്. പള്ളിമണി. കൊല്ലം പരവൂർ. അവിടെയാണോ? ദേവരാമാഷ സ്ഥലത്തന്നെ. ഓ, അവിടെ തന്നെയാണോ? ഓ ഓ, അത് ശരി. അച്ഛന്റെ സ്ഥലം അവിടെ, ഓ, ഓക്കെ ഓക്കെ. അമ്മയുടെ സ്ഥലം കൊല്ലത്ത്. കൊല്ലം. ഓക്കെ. അപ്പൊ എന്നാ എല്ലാം നാടിനെ- അടുത്ത് തന്നെ. അതെ. പാടിക്കോ. അപ്പൊ നാടിനെ പറ്റിയുള്ള പാട്ട് കേൾക്കാം. All the best. താങ്ക് യു. പള്ളിമണികളും പനിനീർക്കിളികളും പള്ളിയുണർത്തും നാട്. ഈ നാട് നല്ല നാട്. ചുറ്റും കുളമുള്ള ചിന്താമരയുള്ള മുറ്റത്ത് തണലുള്ള വീട്. ഈ വീട് നല്ല വീട്. പള്ളിമണികളും പനിനീർക്കിളികളും പള്ളിയുണർത്തും നാട്. ഈ നാട് നല്ല നാട്.
കുറിഞ്ചിക്കുട്ടി, എന്തോ ഇതാരാ ഈ പാട്ട് സെലക്ട് ചെയ്തേ? അമ്മ. നമ്മുടെ റെയർ സോങ് ആണ്. അങ്ങനെ ആരും കേട്ടിട്ടില്ല. കുറച്ച് പേര് കേട്ട് കാണും. എനിക്ക് പെട്ടെന്ന് തോന്നി ഈ സ്കൂളിലൊക്കെ ഉണ്ടല്ലോ, ഈ അസംബ്ലിക്കോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഈ ഉച്ചയ്ക്കുള്ള ഇതിൽ കുട്ടികൾ നിന്ന് അഖിലാണ്ട മണ്ഡല മണിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി പരമാണു ഉരുളിയിലും ആ ഒരു രീതിയിലാണ് മോള് നിന്ന് പാടിയപ്പോൾ എനിക്ക് എൻ്റെ സ്കൂള്, ഞാൻ പഠിച്ച സ്കൂള്, മോഡൽ സ്കൂള്, അവിടെ ഞാനൊക്കെ നിന്ന് പാടുന്നൊരു ഫീലായിരുന്നു ഇത് കേട്ടോ. പള്ളിമണികളും മോളിപ്പോൾ ഈ ഒരു പിച്ച് സെലക്ട് ചെയ്തല്ലേ ഇതിന്, ഇത് ഒരു ഹാഫ് നോട്ടല്ലേ, ഒരു നോട്ട് കൂട്ടിക്കഴിഞ്ഞാൽ പ്രശ്നമാണോ? ഇത് തന്നെ പ്രശ്നമാണല്ലേ. അപ്പോ ചോദിച്ചതാ. ഇനിയും half ഇതെത്ര note പൈസ? കൂട്ടിയാ? സി ഷാർപ്പ് ഇട്ടു. പള്ളിമണികളും പള്ളിമണികളും പനി നീർക്കിളികളും പള്ളി ഉണർത്തും നാട്. ആഹാ. ഈ നാട് നല്ല നാട്. ഈ നാക്ക ഈ അങ്ങനെ വരട്ടെ. നല്ല നാട്. ഏകദേശം വന്നു. ഇനി അടുത്ത മേലിൽ പഠിക്കും. കാലത്ത് പൂത്തൊരു കുമ്പളവള്ളിക്ക് കമ്മല് നൽകിയ വെയില്. ആഹാ, ഒരു ഇത് കുഴപ്പമില്ല. ബെറ്ററല്ലോ. നന്നായിട്ടുണ്ടോളെ. അപ്പൊ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒരു പാട്ട് എടുക്കുമ്പോഴത്തേക്ക് അത് എവിടെ പിടിക്കണം എന്നാദ്യം ഒന്നീ ഗ്രൂമേഴ്സിൻ്റെ അടുത്ത് ചോദിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ മോള് സ്വയം മനസ്സിലാക്കണം. കാരണം പാടുമ്പോൾ എനിക്ക് പോവും. പിന്നെ എന്തിനാ കുറച്ച് ഇത് വളരെ ഈസി ആയിട്ട് പാടിയല്ലോ. രണ്ടിലാക്കിയാൽ ടഫായിരിക്കും. നോക്കി ഡി ഇട്ട് നോക്കിയേ, ഡി ഒരു സ്കെയിലും കൂടെ കൂട്ടി ഒരു പരീക്ഷണം. പള്ളിമണികളും പള്ളിമണികളും പനി നീർക്കിളികളും പള്ളി ഉണർത്തും നാട്. ഈ നാട് നല്ല നാട്. അവിടെ ആ മോൾ അവിടെ അതൊരു ശീലമായി തോന്നുന്നു. ശീലം. നല്ല നാട്. മോളെ നാക്ക് വെറുതെ പറഞ്ഞേ പറഞ്ഞേ. അപ്പൊ ഡീല് പോയിട്ട് മോക്ക് അവിടെ എത്തുന്നില്ല. അല്ല, എത്താത്തതല്ല, അതൊരു ശീലമാണെന്ന് തോന്നുന്നു. എത്താത്തതല്ല അത്. എനിക്ക് അങ്ങനെ പാടിയൊരു പാടി ശീലമായി. അപ്പൊ മേളില് പാടാൻ പറ്റുമോ ഡി ഇതില്? കാലത്ത് പൂത്തൊരു കുമ്പളവള്ളിക്ക് കമ്മല് പറ്റും പറ്റും പാടിയേ. പറ്റും പറ്റും പറ്റും. എനിക്ക് നോക്ക്, ട്രൈ ചെയ്ത് നോക്കൂ. നമ്മളെ ഒന്നും പറ്റത്തില്ല എന്ന് വിചാരിക്കരുത്. നമ്മളൊരു പാട്ട് പാടുകയാണെങ്കിൽ പറ്റും എന്ന് തന്നെ വിചാരിക്കണം. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാന് രാജാ സാറിന് വേണ്ടി പാടാൻ പോയി. അപ്പൊ എനിക്ക് ഇവിടുന്ന് ഈ ഫ്ലൈറ്റിലൊക്കെ പോയി ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരു തൊണ്ടയ്ക്കൊരു ഇങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വെറുതെ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, സാർ എനിക്കിന്ന് തൊണ്ടയ്ക്കിതില്ല, നാളേക്ക് പോതുമാ, നാളെ മതിയോന്ന് ചോദിച്ചു. അങ്ങനെ വിചാരിക്കുകയേ വേണ്ട, ഇന്ന് തന്നെ റെക്കോർഡ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ച കഷ്ടകാലത്തിന് ഞാനത് പറയണ്ടായിരുന്നു വിചാരിച്ചു. പക്ഷെ സത്യത്തില് നമ്മളുടെ പോസിറ്റീവ് മൈൻഡ്, എനിക്കത് പറ്റും, ഇനി സാറ് പറഞ്ഞില്ലേ പറ്റുമെന്ന്, ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പാടി, പാട്ട് സാറിന് ഇഷ്ടപ്പെട്ടു, ഓക്കെ ആയി. അതുകൊണ്ട് എപ്പോഴും ഒരു പോസിറ്റീവ് മൈൻഡ് വെച്ചു കേട്ടോ. പിന്നെ ശ്രുതിയും കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ പോയിട്ടുണ്ട് കേട്ടോ. ശ്രുതിയും വെള്ളിയും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക. ഓൾ ദ ബെസ്റ്റ്. നന്നായിരുന്നു കേട്ടോ, താങ്ക് യു. വളരെ നന്നായിരുന്നു. ഉഗ്രനായിട്ട് പാടി, നല്ല സെലക്ഷൻ താങ്ക് യു. കേട്ടോ. ഇത് അമ്മ സെലക്ട് ചെയ്തതാണോ? ആ, എന്തായാലും അമ്മയ്ക്ക് എന്തായാലും പ്രത്യേക ഒരു കയ്യടി അമ്മയ്ക്ക് വേണ്ടി കേട്ടോ. താങ്ക് യു. ഇതിന്റെ പാട്ട് സെലക്ട് ചെയ്ത് തന്നെ. അപ്പൊ എന്തായാലും വളരെ നന്നായിരുന്നു. മോൾക്ക് അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ പിച്ച് പ്രോബ്ലംസ് ഉണ്ടെന്ന് തോന്നി. പിന്നെ പ്രത്യേകിച്ച് ആ വെള്ളിയിലെ കുമ്പിളിൽ ചരണത്തില് മേളില് പാടുമ്പോ കുറച്ചൊന്ന് അതെ, ഒന്ന് ഒരു ചെറിയ വെള്ളി വീണു. ഇവിടെ കുമ്പളവള്ളിക്ക് കമ്മല് നൽകിയ വെയിലെ അവിടെ ചെറിയ വോയിസ് അത് ക്രാക്കായി. അത് കുഴപ്പമില്ല, അത് പിന്നെ സാരമില്ല. ഈ വെള്ളിയിലെ കുമ്പിളിൽ അത് ചരണത്തില് ആദ്യത്തെ തവണ ഒന്ന് സ്ലിപ്പായി ആ സംഗതി. രണ്ടാമത്തെ തവണ കറക്റ്റ് ആയിട്ട് വന്നു കേട്ടോ. മൊത്തത്തിൽ നന്നായിട്ട് തന്നെയാ പാടിയത്, ഉഗ്രനായിട്ട് പാടി. ശ്രുതി മാത്രം നമ്മുടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് ഒരു പ്രോബ്ലം. ഓക്കെ, അത് മാത്രമേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നും അങ്കിളിന് പറയാനില്ല. നന്നായിരുന്നു. ഓക്കെ, ഇനിയും ഇതുപോലുള്ള നല്ല വെറൈറ്റി സോങ്സ് ഒക്കെ ആയിട്ട് വരൂ. ഓക്കെ, കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. പാർത്ഥിവി കാണാൻ ജസ്റ്റ് ഇത്തിരിയാണല്ലേ,
പക്ഷെ ഈ വോയിസിന്റെ ശബ്ദമല്ലേ നല്ല throat നമ്മുടെ ലീലമ്മ പോലെ ഒരു മെച്ചോറിറ്റി, ഒരു നല്ല സോളിഡ് സൗണ്ട് ആണ്. അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. താങ്ക് യു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എന്തൊരു ഒച്ചയാണ്, ഇത്ര വലിയ സൗണ്ടാണ്. മോൾ ഭംഗിയായിരുന്നു കേട്ടോ. പല സ്ഥലങ്ങളും എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഈ റേഞ്ചിന്റെ കാര്യം, താഴെ നോട്ട് കിട്ടുന്നില്ല, പക്ഷെ മേളിലും പാടുമ്പം കുറച്ച് സ്ട്രെയിൻ ആവുന്നല്ലേ. അപ്പോൾ ഈ ജസ്റ്റ് ഒറ്റ ഓക്ടേവില് നമുക്ക് മാനേജ് ചെയ്യണമെങ്കിൽ അത് ബുദ്ധിമുട്ടാവും. പല പാട്ടുകൾ നമ്മൾ മിനിമം ഒരു 1.5 ഓക്ടേവ്സ് എങ്കിലും നമുക്ക് ഈസി ആയിട്ട് പാടാൻ കിട്ടണം. അപ്പോൾ അതിനു വേണ്ടി ഒരു ശ്രമം തീർച്ചയായിട്ടും നടത്തണം മോള്. അല്ലെങ്കിൽ ആ നോട്ട് കിട്ടുന്നില്ല എന്ന് പിന്നെ നമ്മൾ ശ്രുതി ഇങ്ങനെ കുറച്ചൊന്ന് കുറവാക്കിയാൽ താഴെ കിട്ടുന്നില്ല അല്ലേ, ഇത് പ്രശ്നമാവും. അവിടെയും കിട്ടുന്നില്ല താഴെയും കിട്ടുന്നില്ല എന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് പാട്ടിന്റെ സെലക്ഷൻ പിന്നെ കുറച്ചേ കിട്ടും. അത്രയും റേഞ്ച് ഇത്രയും കുറവായ പാട്ടുകൾ അത്ര ഇല്ല. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഇംപ്രൂവ് ചെയ്യാൻ നമുക്ക് ശ്രമിക്കണം. അത് ചെയ്താൽ പിന്നെ മോൾക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് പാടാം ഇനിയും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. യാ. So we are giving you 98 out of 100. താങ്ക് യു. ആട്ടി ഒരു കുറിഞ്ഞിപ്പൂക്കുറ്റി. താങ്ക് യു. അപ്പൊ കുറിഞ്ഞിക്കുട്ടി ടാറ്റ. ടാറ്റ. അങ്ങനെ ഒരുപാട് നല്ല നല്ല പാട്ടും പെർഫോമൻസും ഒക്കെ ആയിട്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ദിവസം വീണ്ടും കാണും വരെ എല്ലാ പ്രേക്ഷകർക്കും ടാറ്റ, ബൈ, സീ യു.